Welcome back to pre and post market analysis. So ഇന്ന് നമ്മുടെ ലൈവ് ട്രേഡിംഗിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഫൈൻ, ലൈവ് ട്രേഡിംഗ് യൂട്യൂബിൽ ലൈവ് പ്രൊവൈഡ് ചെയ്തൊരു ഫസ്റ്റ് ഡേ ആയിരുന്നു. ആൻഡ് ഐ എം റിയലി സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അതായത് ഈ ഒരു രീതിയിൽ ആൾക്കാർ വരുമെന്നും അതുപോലെ എല്ലാവരും ഇത്ര എൻഗേജ് ചെയ്യുമെന്നും വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബിൽ ജസ്റ്റ് ജോയിൻ കയറുക. ദെൻ അവിടെ പോയിട്ട് ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോസ് ഹോം ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെ ലൈവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനകത്ത് നമ്മൾ ട്രേഡ്സ് പ്രൊവൈഡ് ചെയ്തു. അത് മാത്രമല്ല, ഇന്ന് കുറെ അധികം കോൾസ് വരാൻ തുടങ്ങി. കാരണം പ്രീമിയം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അതൊരു അഡ്വാൻറ്റേജ് ആയി തുടങ്ങി. ആദ്യമേ ഞാൻ വിചാരിച്ചു പ്രീമിയം ഗ്രൂപ്പിലുള്ളവർക്ക് അപ്പൊ അതൊരു ഒരു ഡിഫിക്കൽട്ട് ആവോ, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് ബേസിക്കലി വിചാരിച്ചു. ബട്ട് എന്നാൽ ഇന്ന് ആ ഒരു കോൾസും കുറെ അധികം മെസ്സേജസിന്റെ ബേസിൽ അത് മനസ്സിലായി പ്രീമിയം ഗ്രൂപ്പിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. കാരണം അവർ നമ്മളൊരു എൻട്രി പറയുന്നുണ്ട്, ഇവിടെ ബൈ ചെയ്യാം, ഇവിടെ സെല് ചെയ്യാം, സൈഡ് എൻട്രീസ് പറയുന്നുണ്ട്. അപ്പൊ ഈ എൻട്രീസ് ഒക്കെ എങ്ങനെയാണ് ഇതിൽ വന്നത്, ഇപ്പൊ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണോ? ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞാണ് സാർ കൂടെ ഉള്ള പോലെ ഒരു ഫീൽ ആയിരുന്നു, കൂടെ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഐ എം റിയലി സോ ഹാപ്പി അബൌട്ട് ദാറ്റ് വൺ. ദെൻ നമ്മുടെ അത് ഒരു സെക്കൻഡ് പാർട്ട്, ആ ഒരു ലൈവ് ട്രേഡിംഗിൽ എനിക്ക് ഏറ്റവും സെക്കൻഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പേര് മൂന്നാല് പേര് കുറെ അധികം നേരം ആക്റ്റീവായിട്ട് ഇരിക്കുകയും അതിനകത്തുനിന്ന് കുറെ അധികം സ്റ്റോക്സിന്റെ റെഫറൻസ് ചോദിക്കും. സാർ ഇതെങ്ങനെയുണ്ട്, ഇന്ന് ചെക്ക് ചെയ്യോ, വാലിഡേറ്റ് ചെയ്യോ? അതിനകത്തുനിന്ന് 2 എൻട്രീസ് ബേസിക്കലി കിട്ടുകയും ചെയ്തു. 2 പ്രോഫിറ്റ് ആയിരുന്നു. എസ്പെഷ്യലി ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു എൻട്രി പറയുകയും അത് നമ്മൾ പറഞ്ഞു ഓക്കെ ഫൈൻ, പ്രീമിയം 16 പറഞ്ഞു. അത് റൺ ചെയ്ത് 19.5 അബോവ് പോയി. ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് 19.3 തന്നെയാണ്. മൊമെന്റം ഉണ്ട്. ഓൾമോസ്റ്റ് 21+ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇന്നത്തെ പ്രോബിലിറ്റി ആയിരുന്നു അത്. ഒരു 3+ പോയിന്റ്സ് നമുക്ക് പ്രീമിയത്തിൽ ഇന്ന് ടാറ്റ മോട്ടോഴ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ് വൺ. സോ ഇനി എന്തായാലും നമ്മൾ ലൈവ് ട്രേഡിംഗ് എല്ലാ ദിവസവും കാണും. ദെൻ കുറെ അധികം ആൾക്കാർ മലയാളത്തിൽ കാണുന്നില്ലായിരുന്നു, കുറെ അധികം ഹിന്ദി ലൈവ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് മലയാളത്തിൽ ഇല്ലായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം ആൾക്കാർ അപ്രോച്ച് ചെയ്തു. ആൻഡ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ് വൺ. നമ്മൾ എന്തായാലും ഇനിയും കുറെ അധികം മാക്സിമം ലൈവ്സ് ചെയ്യാനായിട്ട് തന്നെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിൻ പാർട്ടിലോട്ട് നമുക്ക് പോകാം. പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സോ ലെറ്റ്സ് ഗോ. So here we go. So basically നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു certain view എന്ന് പറയാനായിട്ട് just one sec. Here we go. So just one second. I'm having some error. What's happening here? Hope എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു സ്ക്രീന്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റിയിൽ നമ്മൾ കണ്ട എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെർട്ടൻ മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചു. ഇവിടെ നിന്ന് ഒരു മൊമെന്റം കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. കാരണം നിഫ്റ്റി ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ബേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നുള്ളതിൽ. ബട്ട് അവിടെ വരെ പോയില്ല, ചെറിയൊരു മൂവ്മെന്റ് വന്നു. ബട്ട് സ്റ്റിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ, ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംബഡി നമ്മുടെ പേഴ്സൺ മെന്റർഷിപ്പ് എടുത്ത ഒരാളുടെ കസിൻ ബ്രദർ സംതിങ് ആണ്. ആൻഡ് ഹി വാസ് ഇൻ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ആ ഒരു സെർട്ടൻ പോയിന്റ് തന്നെ വിത്തിൻ ഹാഫ് ആൻ അവർ പേ ചെയ്തിട്ട് ആ ഒരു 500 റുപ്പീസ് ആണ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലുള്ളത്. സോ ആ ഒരു 500 റുപ്പീസ് അപ്പൊ തന്നെ കവർ ചെയ്ത് പോവുകയും ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോയി ചെയ്തത്. ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഹിം, എസ്പെഷ്യലി ഹിം, റൈറ്റ്? സോ ഗുഡ്. ആൻഡ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റോക്ക് പറഞ്ഞ ഒരാളുണ്ട്. ദെൻ ആക്സിസ് ബാങ്ക് നമ്മൾ ഇന്ന് ബേസിക്കലി എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇതായിരുന്നു നിഫ്റ്റി ബാങ്കിന്റെ വ്യൂ. ബട്ട് എന്നാൽ കൺസോളിഡേറ്റ് ചെയ്ത് നമ്മൾ എടുത്ത എൻട്രി പോയിന്റ് തന്നെയാണ്. മൈറ്റ് ബി ഇത് ഫോളോ ആയി നിപ്പുണ്ട്. ബട്ട് എന്നാൽ നമ്മൾ പറഞ്ഞത് 100-ൽ എൻട്രി ചെയ്യാനാണ് പറഞ്ഞത്. ബട്ട് ഇന്ന് ക്ലോസ് ചെയ്തത് 99-ൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ലോസ് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആണ്. സ്റ്റോപ്പ് ലോസ് ഇടയ്ക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകാം, ആണെങ്കിൽ തന്നെ ജസ്റ്റ് 20 പോയിന്റ്സ് മാത്രമായിരുന്നു നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ദെൻ അബൌട്ട് നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ട്രാ സ്റ്റോപ്പ് ലോസ് ജമ്പ് ചെയ്തു. ബട്ട് എന്നാൽ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു മൊമെന്റം കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് അത് അച്ചീവ് ചെയ്ത് കണ്ടോ. ഇവിടെ ഒരു മൈനർ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മൈനർ ടാർഗറ്റിലോട്ട് അത് പുഷ് ചെയ്തു. നമ്മളെന്നാൽ ലൈവിലോട്ട് പറഞ്ഞില്ലായിരുന്നു. ബട്ട് എന്നാൽ കുറെ അധികം ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട്. കുറെ അധികം P&Ls കണ്ടു. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എസ്പെഷ്യലി 18,600 സീരിയയിൽ കുറെ അധികം ആൾക്കാർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. ദെൻ 44,100 200 റേഞ്ചിൽ കുറെ അധികം ആൾക്കാർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ് വൺ ഓൾസോ. സോ ഹിയർ വി ഗോ with that. Good.
So then about Nifty Bank ഇതായിരുന്നു നമ്മുടെ ഇത് വ്യൂ. Then about Fin Nifty. Fin Nifty was just like this here. See, almost like ഒരു മൊമെന്റ് തന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ടോ, ഫസ്റ്റ് Fin Nifty നമുക്ക് ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. ഫൈനൽ ടാർഗറ്റ് ആയിരുന്നു നമുക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂവ്മെന്റ് തരുവാണെങ്കിൽ അവിടെ വരെ പോകാൻ പ്രോബർട്ടി ഉണ്ട് എന്ന രീതിയിൽ മാത്രം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. Then about Tata Motors. നിങ്ങൾക്ക് ലൈവ് ട്രെൻഡിന്റെ വീഡിയോ ജസ്റ്റ് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അബൌട്ട് ടാറ്റ മോട്ടോഴ്സ്, ഇതൊരു ഹ്യൂജ് മൊമെന്റ് ആയിരുന്നു, സൂപ്പർബ് ആയിരുന്നു. ലൈക്ക് നല്ലൊരു മൊമെന്റ് നമുക്ക് അവിടെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ അബൌട്ട് ആക്സിസ് ബാങ്കും നമുക്കൊരു നല്ലൊരു മൊമെന്റ് ഉണ്ട്. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമുക്ക് ബേസിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ടാറ്റ കെമിക്കൽസ് ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഓക്കെ. ഇവിടെ നിന്ന് എടുക്കുക, സ്റ്റോപ്പ് ലോസ് ഇവിടെ കീപ്പ് ചെയ്യുക, ടാർഗറ്റ് ഇവിടെ എന്ന രീതിയിൽ നിൽക്കേണ്ടവർക്ക് നിൽക്കുക. ലാസ്റ്റ് നമുക്ക് ഇന്ന് ആക്ച്വലി ലൈവ് ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂന്റെ ബേസിസിലായിരുന്നു നമുക്കത് ബ്രേക്ക് ഡൗൺ ആയി പോയതില്ലെങ്കിൽ മാക്സിമം നമ്മൾ എല്ലാ ദിവസവും വരാൻ തന്നെ എന്തായാലും നോക്കുന്നതായിരിക്കും. ഗുഡ്. സോ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ പ്രീ മാർക്കറ്റ് അനാലിസിസിലൂടെ നമുക്ക് ജമ്പ് ചെയ്യാം. സോ വിത്ത് Nifty, let's consider with 15 minutes here, and we'll be going with നമുക്ക് ഇവിടുന്ന് ഒരു ആംഗുലർ കൺസിഡർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എപ്പോഴാണോ മാർക്കറ്റ് ഇതിന്റെ മുകളിലേക്ക് വരുന്നത് അപ്പോൾ മാത്രം നമ്മൾ ബുള്ളിഷ് വ്യൂ ആക്കുകയും ടാർഗറ്റ് 1 ആയിട്ട് ഇത് തന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ലീവ് ദിസ് വൺ. ടാർഗറ്റ് 1 ആയിട്ട് ഇതും ടാർഗറ്റ് 2 ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ, അതായത് 18,698 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 18,663 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ദെൻ ബെയറിഷ് വ്യൂ എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് വ്യൂ നമുക്ക് കീപ്പ് ചെയ്യുന്നതാണ്. right, bearish view. So നമുക്ക് ഇവിടുന്ന് ഒരു bearish view നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. Then like ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ വാലിഡിറ്റി നമുക്ക് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. Then ടാർഗറ്റ് 1 ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. ടാർഗറ്റ് 1 ഇവിടെ കാണാം. Then we'll be having our target 2 കഴിയുമ്പോഴത്തേക്ക് മൈനർ ടാർഗറ്റ്സ് ആയിട്ടുണ്ട്. സോ എല്ലാവരും ലൈവ് വരിക നോക്കാം. അപ്പൊ നമുക്ക് കൺഫേം ആക്കി ജസ്റ്റ് പ്രിപ്പയർ ആയി നിൽക്കുക. ഫൈൻ, bearish view bullish view നമ്മൾ തന്നിട്ടുണ്ടല്ലോ, അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിൽക്കുക എന്നൊരു കാര്യം നോക്കുക. Then about Nifty Bank, right? So about Nifty Bank, here we go. We'll be having our bearish view from here. ഇന്നത്തെ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവിടെ തൊട്ട് നമുക്ക് bearish view കീപ്പ് ചെയ്യുകയും then like ഈ ഒരു സെർട്ടൺ റേഞ്ചിലോട്ട് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കീപ്പ് ചെയ്യാം. ഈ ഒരു സെർട്ടൺ റേഞ്ചിലോട്ട് ഫസ്റ്റ് ടാർഗറ്റും ഇതായിരിക്കും നമ്മുടെ bearish view ഉള്ളത്. സോ ഈ bearish view നമുക്ക് വേണ്ട. So this will be our first target and this will be our next target. Good. ഇത് മൈനർ ടാർഗറ്റ് ആയിരുന്നല്ലോ, ബട്ട് മേജർ ടാർഗറ്റ് ആണ് ആക്ച്വലി. ഫൈൻ, ആ രീതി തന്നെ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. Sorry, this one will be our target. Sorry. This one will be our target 1, target 2, and target 3 will be this one. Got it? So ഇതൊരു മൈനർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് വെക്കാം. നോക്കാം നമുക്ക് എന്തായിരിക്കും എന്നുള്ളത്. Then about Fin Nifty എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ലീവ് ചെയ്യാം. ഇന്നത്തെ വ്യൂ ഇതിന് താഴെ വരികയാണ് bearish view ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. ദെൻ അടുത്തൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിലോട്ട് നമുക്ക് കീപ്പ് ചെയ്യുക കൂടെ ചെയ്യാം. ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും. ബാക്കിയുള്ള ചേഞ്ചസ് നാളെ നമുക്ക് ലൈവില് കാണാവുന്നതാണ്. ഫൈൻ, ഗുഡ്, ഹോപ്പ് good. Sorry. So that's it. So that's it. അപ്പോൾ നമുക്ക് നാളെ കാണാം മാർക്കറ്റ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ കാണാവുന്നതാണ്. സോ ലൈവിൽ നമുക്ക് എല്ലാവർക്കും നാളെ കാണാം. ജസ്റ്റ് ലൈക്ക് ഒരു 9 to 3:30 നമ്മൾ ലൈവിൽ കാണാം. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് എന്തായാലും ലീവ് ചെയ്യാം. നമുക്ക് നോക്കിക്കേണ്ട കാര്യമില്ല. ഫൈൻ, ദാറ്റ് ഇറ്റ്. സീ യു ഓൾ ടുമോറോ. ബൈ.